सर्वेषां कृते रुद्रा अट् स्कूल् प्रति स्वागतम्। गतकक्षायां वयं न मूर्खमुपदिशेत् इति कथां पठितवन्तः। ആ കഥ ഇനിയും മനസ്സിലാക്കാത്തവർ, ഇനിയും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ആ കഥ കാണുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മൂർഖമുപദിശേത്, അതായിരുന്നു നമ്മുടെ കഥയുടെ പേര് അല്ലേ. ആ കഥയിൽ നമ്മൾ എന്താ പഠിച്ചത്? മൂർഖന്മാരെ, വിഡ്ഢികളെ ഉപദേശിക്കരുത്, വിഡ്ഢികളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല അല്ലേ. അതായിരുന്നു ആ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സന്ദേശം. ഇനി നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനാനി. പ്രഥമം പ്രവർത്തനം, അസ്യാം കഥായാം മൂർഖഃ കഃ ഇതി ചർച്ചാം കൃത്വ ടിപ്പണിയും ലിഖതു. നമ്മുടെ കഥയിൽ കുറേ വാനരന്മാരുണ്ട്. സൂചീമുഖ എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്. പിന്നെ ഒരു വൃദ്ധ വാനരനുണ്ട്. പാഠത്തിൻ്റെ പേര് മൂർഖന്മാരെ ഉപദേശിക്കരുത്. വാനരന്മാർ കുന്നിക്കുരു തീക്കനലാണെന്ന് വെച്ച് ഊതിക്കൊണ്ടിരുന്നു. അത് ചെയ്തിട്ട് കാര്യമില്ല, ആ പ്രയത്നം വ്യർത്ഥമാണെന്ന് പക്ഷി പറയുന്നുണ്ട്. ആ പക്ഷിയെ വൃദ്ധവാനരൻ ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിലാരാണ് മൂർഖൻ? നിങ്ങൾ മനസ്സിലാക്കിയത് ടിപ്പണിയായിട്ട് എഴുതി നോക്കുക. അടുത്ത പ്രവർത്തനം, സൂചീമുഖസ്യ അനുഭവം വാർത്താരൂപേണ ലിഖതു. വാർത്ത, നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്. അതിൽ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മളോടൊരു വാർത്ത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സൂചീമുഖൻ്റെ, വാനരന്മാരാൽ കൊല്ലപ്പെട്ട സൂചീമുഖൻ എന്ന പക്ഷിയുടെ അനുഭവം വാർത്തയായിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു വാർത്ത എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശീർഷകം വേണം. അതെങ്ങനെ വേണം? ഉചിതമായ ശീർഷകമായിരിക്കണം. ആ വാർത്ത വായിക്കാനുള്ള ഒരു കൗതുകം ഉണ്ടാക്കുന്ന ശീർഷകമായിരിക്കണം. പിന്നെ ഇതൊരു കാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഈ പക്ഷികളും വാനരന്മാരൊക്കെ എവിടെയുള്ളത്? ഒരു കാട്ടിലാണ്. അപ്പോൾ ആ കാടിന് നമുക്കൊരു പേര് കൊടുക്കാം. എവിടുന്നാണ് വാർത്ത കൊടുക്കുന്നതെന്ന് കാണിക്കാൻ. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സരളമായിട്ട്, സിമ്പിളായിട്ട് വേണം നമ്മൾ അവതരിപ്പിക്കാൻ. അവിടെ സൂചിമുഖൻ എന്ത് സംഭവിച്ചു, സൂചിമുഖന് വാനരന്മാരും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം, അവരെന്തിനാണ് സൂചിമുഖനെ കൊന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ സംസ്കൃതത്തിൽ ഒന്ന് എഴുതി നോക്കൂ. ഒരു കൗതുക വാർത്തയായിട്ട് എഴുതാം. നിങ്ങൾ എഴുതുന്ന കൗതുക വാർത്തകൾ രുദ്രാജ് സ്കൂളിന് അയച്ചു തരാം. ഞങ്ങളൊന്ന് നോക്കട്ടെ. അടുത്ത പ്രവർത്തനം, അധോദത്താനി അവ്യയപദാനി ഉപയുജ്യ വാക്യാനി രചയതു. അവ്യയപദങ്ങൾ, താഴെ കൊടുത്തിരിക്കുന്ന അവ്യയപദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക. മൗനം, വാരം വാരം, വിലോക്യ, അനവരതം. മൗനം, മൗനം എന്താ? മൗനമായിട്ട്. വാരം വാരം, പുനഃ പുനഃ. വിലോക്യ, ദൃഷ്ട്വാ, നോക്കിയിട്ട്. അനവരതം, നിരന്തരമായിട്ട്. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക. നിങ്ങൾ ഓരോ വാക്കും ഉപയോഗിച്ച് 2 സെൻറ്റൻസ് ഒന്ന് എഴുതി നോക്കൂ. അടുത്ത പ്രവർത്തനം, കഥാസ്തംഭാൻ ക്രമീകരോതു. കഥാസ്തംഭങ്ങൾ ക്രമീകരിക്കുക. ഇവിടെ പോയിൻ്റായിട്ട് കുറച്ച് സെൻറ്റൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ സെൻറ്റൻസുകളെ കഥയ്ക്കനുസരിച്ച്, കഥയുടെ തുടർച്ചയ്ക്കായി അനുസരിച്ച് നമ്മളൊന്ന് ക്രമീകരിച്ച് നോക്കാം. ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സൂചീമുഖഃ പരിഹസതി. ക്രുദ്ധഃ ഏകഃ മർക്കടഃ പക്ഷിണം മാരയതി. ഗുഞ്ചാഫലാനി സ്വീകൃത്യ ഭൂത്കുർവന്തി. വൃദ്ധവാനരസ്യ വാക്യം തിരസ്കൃത്യ പുനഃ പുനഃ
പരിഹസതി. ഏകസ്മിൻ വനെ വാനരസമൂഹഃ അവസത്. മൂർഖേഭ്യഃ ഉപദേശഃ നാശായ ഭവതി. ശൈത്യം അസഹമാനാഃ വാനരാः കമ്പന്തെ. വൃദ്ധവാനരः ഉപദിശതി. നമ്മൾ ഈ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ വാക്യങ്ങളൊന്നും ക്രമമായിട്ടല്ല. കഥയുടെ ക്രമം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഥ. ഇനി ആ ക്രമത്തിനനുസരിച്ച് നമ്മൾ ഈ വായിച്ച വാക്യങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തി നോക്കാം. അങ്ങനെ ക്രമപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? ഒരു കാട്ടിൽ കുറച്ച് വാനരന്മാരുടെ ഒരു കൂട്ടം താമസിച്ചിരുന്നു. ഇവിടെ ഏകസ്മിൻ വനെ വാനര സമൂഹഃ അവസത്. ബാക്കി ഓരോന്നും കഥയുടെ തുടർച്ചയായി നിങ്ങളൊന്ന് എഴുതി നോക്കൂ. കഥ മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കഥാസ്തംഭങ്ങളെ ക്രമമായിട്ട് എഴുതി നോക്കുക. അടുത്ത പ്രവർത്തനം, കഥാം കക്ഷായാം അവതാരയതു. കഥ നമ്മൾ പഠിച്ച ഈ ന മൂർഖമുപതിഷേത് എന്ന കഥ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പറയാനും കൂടെ പഠിച്ച് നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കാം. അടുത്ത പ്രവർത്തനം, ഉദാഹരണാനുസാരം ധാതൂനാം ലകാരരൂപാണി ലിഖതു. ലകാരരൂപങ്ങൾ, ധാതുക്കളുടെ ലകാരരൂപങ്ങൾ ലട്ട് ലങ് എന്നിവയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ലട്ട് എന്താണ്? വർത്തമാന കാലത്തിൽ പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന കാലത്തിൽ പറയുമ്പോഴാണ് ലട്ട് ഉപയോഗിക്കുക. ലങ് ഭൂതകാലത്തിൽ, കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കാനാണ് ലങ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട് വസ് ധാതു. വസ് ധാതുവിൻ്റെ വർത്തമാനകാലത്തിൽ ലട്ട് ലകാരത്തിൽ വസതി, ഭൂതകാലത്തിലെ ലങ് ലകാരത്തിൽ അവസത്. അതുപോലെ അടുത്തത് പഠ്. പഠ എങ്ങനെയാവും? വർത്തമാനകാലത്തിൽ പഠതി, ഭൂതകാലത്തിൽ അപഠത്. ഇനി വത് ലിഖ ഭൂ. ഇത് നിങ്ങൾ എഴുതി നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതിയിട്ട് പരിശീലിക്കുക. ഇനി അനുബന്ധത്തിലേക്ക് കിടക്കാം. അതിലാദ്യം വിശേഷപ്രയോഗ. ഈ പാഠത്തിൽ നമ്മളൊരു വിശേഷപ്രയോഗം പഠിച്ചു. എന്തായിരുന്നു? വസതിസ്മ. വസതിസ്മ. വസതി എന്നത് നമ്മൾ വർത്തമാനകാല രൂപത്തിലാണ് പറയാമെന്ന് പറഞ്ഞു. വസിക്കുന്നു, താമസിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു സ്മ വന്നിട്ടുണ്ട്. ഈ സ്മ നമുക്ക് ഒരു എളുപ്പത്തിനുള്ള പരിപാടിയാണ്, ഒരു അവ്യയമാണ്. വർത്തമാനകാലത്തിലുള്ള വസതി എന്നതിന് ഈ സ്മ ചേർക്കുന്നതോടുകൂടി ഭൂതകാലത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. വസതി എന്നതിൻ്റെ ഭൂതകാലം അവസത് എന്നാണെന്ന് നമ്മൾ മുന്നേ പഠിച്ചു. പക്ഷേ ഈ സ്മ ചേർക്കുമ്പോൾ നേരിട്ട് ഭൂതകാല അർത്ഥം ലഭിക്കുന്നു. പഠതി എന്നത് പഠതിസ്മ. അപഠത് എന്ന അതേ അർത്ഥത്തിലാണ് പഠതിസ്മ ഉപയോഗിക്കുന്നത്. ഇനി ബാക്കി വരുന്ന ധാതുക്കളെ കൂടെ നിങ്ങൾ സ്മ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഭൂതകാലത്തിലുള്ള അതിൻ്റെ അർത്ഥമായിരിക്കും. അടുത്ത ഭാഗം അമരകോശ. അമരകോശം എന്ന ഭാഗത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പദങ്ങളുടെ പര്യായ ശബ്ദങ്ങൾ, പര്യായ പദങ്ങൾ പറയുന്ന ഭാഗമാണ്. ഈ പാഠത്തിലെ വാനരഹ, ഖഗഃ, വാതഃ, വനം, വാക്ക്, വ്യാധഃ, ഭുജംഗഃ, ഇത്രയും വാക്കുകളുടെ പര്യായ പദങ്ങളെ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവരും പഠിക്കുക. അടുത്ത ഭാഗം ശബ്ദകോശ. ശബ്ദകോശ എന്ന സ്ഥലത്ത് ഈ പാഠത്തിൽ നമ്മൾ പുതിയതായി പഠിക്കുന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സംസ്കൃതത്തിലും മലയാളത്തിലും നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അറിയാത്ത പുതിയ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഭാഗമാണ് ശബ്ദകോശ. 7ാം ക്ലാസ്സിലെ 2 പാഠങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞു. മിത്രക ആയാതു ന മൂർഖമുപദിശേത്. പാഠങ്ങൾ മാത്രമല്ല, അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും എടുക്കുന്ന കവിതയായാലും കഥയായാലും വീണ്ടും വീണ്ടും കാണുക, മനസ്സിലാക്കുക. അതുപോലെ പ്രവർത്തനങ്ങൾ സ്വയം പരിശീലിക്കുക, എഴുതി പരിശീലിക്കുക. നമ്മളുടെ ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മുടെ മറ്റു കൂട്ടുകാരിലേക്കും അധ്യാപകരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. രുദ്ര സ്കൂളിൻ്റെ യൂട്യൂബ് ചാനൽ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും കാണുക. ഇനി അടുത്ത ക്ലാസ്സുമായി വരുന്നത് വരെ ധന്യവാദം.